നമ്മുടെ ഇന്നലത്തെ ചോദ്യപേപ്പറിൻ്റെ സൊല്യൂഷൻസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. നാളെ ക്രിസ്മസ് ആണ്. ഇന്ന് രാത്രിക്ക് ക്രിസ്ത്യാനികൾ എല്ലാവരും രാത്രിപ്പള്ളിയിലൊക്കെ പോകുന്ന നല്ലൊരു ദിവസമാണ്. അപ്പം നാളത്തെ ക്രിസ്മസിൻ്റെ എല്ലാ മംഗള ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. രാത്രി പള്ളിയിൽ പോകുന്നവർ, ക്രിസ്ത്യാനികളായ കുട്ടികളൊക്കെ രാത്രി പള്ളിയിൽ പോകും. ബാക്കിയുള്ളവരൊക്കെ ക്രിസ്മസിൻ്റെ ഓർമ്മകൾ നാളെ പുതുക്കുന്ന ഒരു ദിവസമാണ്. കൂടെ നമ്മൾ നിങ്ങളുണ്ടാക്കുന്ന ക്രിസ്മസ് പുൽക്കൂടിൻ്റെ ഒരു വീഡിയോ, ഒരു ദൃശ്യം എനിക്ക് ഇട്ടു തരണം. നല്ല കുട്ടികൾക്കൊക്കെ മാർക്കൊക്കെ തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു ഒരു ദൈവ പുരുഷനായിട്ടാണ്. എന്നാൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു, എല്ലാവരും നന്നായി വരണം എന്നാഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായിട്ടെല്ലാം മറ്റെല്ലാ മതക്കാരും കണക്കാക്കുന്നുണ്ട്. നമ്മുടെ ക്രിസ്തുമസിൻ്റെ ഒരു ആഘോഷമായി എല്ലാവരും കാണുന്നത് ഒരു പുൽക്കൂടാണ്. പുൽക്കൂട് ഉണ്ടാക്കുന്ന എല്ലാവർക്കും ജാതിയും മതവും ഒന്നും അതിന് ബാധകമല്ല. എല്ലാവരും എനിക്ക് ഇട്ടു തരണം. ആ പൈസ മുടക്കിയിട്ടൊന്നുമല്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഇട്ടു തരണം. നമുക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണം. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 7 മണിയാകുമ്പോഴേക്കും എൻ്റെ പുൽക്കൂട് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യും. ഓക്കെ, നമുക്ക് ഇന്നത്തെ സൊല്യൂഷൻ വീഡിയോയിലേക്ക് പോകാം. ചോദ്യം നമ്പർ 1 ചോദിച്ചിട്ടുള്ളത്, ഒരു 4 ഭിന്നസംഖ്യ തന്നിട്ട് അതിൽ സാധാരണ ഭിന്നം പ്രോപ്പർ ഫ്രാക്ഷൻ ഏതാണെന്നാണ്. സാധാരണ ഭിന്നം അഥവാ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അംശം ചെറുത് ആവുകയും ഛേദം വലുത് ആവുകയും ചെയ്യണം. അംശം ചെറുതാവണം, ഛേദം വലുതാവണം. അങ്ങനെയുള്ള ഒരു ഫ്രാക്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. 6/10. 8/7 വിഷമഭിന്നമാണ്. 3/2 വിഷമഭിന്നമാണ്. 4/4 ഫ്രാക്ഷൻ ഈക്വൽ ടു 1 ആണ്, അഥവാ ഈക്വലന്റ് ഫ്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ നിങ്ങൾ മനസ്സിലാക്കി ശരിയായ കുട്ടികൾക്ക് കിട്ടേണ്ട ഉത്തരം 6/10 ആണ്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 1/2 കൂട്ടണം 3/4 കൂട്ടണം 5. ഇത് ഭിന്നസംഖ്യകളും പൂർണ്ണസംഖ്യകളും ഉൾപ്പെടുന്ന ക്രിയ. ഭിന്നസംഖ്യകളും പൂർണ്ണസംഖ്യകളും ഉൾപ്പെടുന്ന ക്രിയയിൽ പൂർണ്ണസംഖ്യയെ ഭിന്നസംഖ്യയാക്കി ആദ്യം മാറ്റണം. അപ്പോൾ 1/2 കൂട്ടണം 3/4 കൂട്ടണം 5/1. ഇവിടെ 2ന്റെയും 4ന്റെയും 1ന്റെയും ലാസാഗു LCM 4 ആണ്. 4ൽ 2 പ്രാവശ്യം 2 × 1 2 പ്ലസ് 4ൽ 4 ഒരു പ്രാവശ്യം 1 × 3 3 പ്ലസ് 4ൽ 1 4 പ്രാവശ്യം 4 4ൽ 1 4 പ്രാവശ്യം 4 × 5 20. ഒന്നുകൂടി നോക്കുക. 4ൽ 2 പ്രാവശ്യം 2 × 1 2 പ്ലസ് 4ൽ 4 ഒരു പ്രാവശ്യം 1 3 3 4ൽ 1 4 പ്രാവശ്യം 4 5 20. 2 3 5 20 25. 25/4 ആണ് നിങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. 6/5 x/20 ആയാൽ എക്സിന്റെ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 6/5 x/20 ആയാൽ എക്സിന്റെ വില എത്രയാണ്? ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനെയും ഛേദത്തിനെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ വിലയ്ക്ക് മാറ്റം വരില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 5നെ 4 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 20 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 6നെ 4 കൊണ്ട് ഗുണിച്ചാൽ എക്സ് കിട്ടും. അപ്പോൾ എക്സിന്റെ വില എത്രയാ? 6 × 4 = 24. എക്സിന് കിട്ടേണ്ട വില 24 ആണ്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം 8 × 4/24.
8നെ 4 കൊണ്ട് ഗുണിച്ചാൽ 32. 32/24. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതായത് നവോദയക്ക് ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഈ 32/24 ഉത്തരത്തിൽ കാണില്ല, ഓപ്ഷനിൽ കാണില്ല. അപ്പോൾ ഉത്തരം ഇല്ല എന്ന് പറയുകയല്ല വേണ്ടത്, ഇതിനെ ആകാവുന്നത്ര ലഘൂകരിക്കണം. 32, 24, 2 കൊണ്ട് 16, 12, 2 കൊണ്ട് 8, 6, 2 കൊണ്ട് 4, 3. ഉത്തരം 4/3 എന്നും ആകാം. അപ്പോൾ ഉത്തരം എത്ര എന്ന് ചോദിച്ചാൽ 32/24 ഓപ്ഷനിൽ 32/24 ഇല്ലെങ്കിൽ 4/3 ആകാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷനിലാണ് ഉത്തരം. അപ്പോൾ 32/24 കാണുന്നില്ലെങ്കിൽ ഉത്തരമില്ല എന്ന് പറയുകയല്ല വേണ്ടത്, അതിന്റെ ലഘൂകരിച്ച രൂപം ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1.5 മീറ്റർ നീളമുള്ള ഒരു കമ്പി 3 കഷണങ്ങളാക്കിയാൽ ഒരു കഷണത്തിന് നീളം എത്ര? അപ്പോൾ 1.5നെ 3 കൊണ്ട് ഹരിക്കണം എന്നെല്ലാവർക്കും അറിയാം. 1.5 മിശ്രഭിന്നമായതുകൊണ്ട് അതിനെ വിഷമ ഭിന്നമാക്കണം. 2 1 2, 2 1 3, 3/2 ഹരണം 3. ഇതിനെ പൂർണ്ണസംഖ്യ ഭിന്നസംഖ്യയാക്കിയാൽ 3/2 ഹരണം 3/1. ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യയോട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഭിന്നസംഖ്യയെ തലതിരിച്ചിട്ട് ഗുണിക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 3/2 ഗുണനം 1/3. ഒരു 3, ഒരു 3 3, ഇത് 3 6. മൂന്ന് ബൈ 6, 3ൽ 3 ഒരു പ്രാവശ്യം, 6ൽ 3 2 പ്രാവശ്യം. ഒരു കഷ്ണത്തിന് 1/2 മീറ്റർ നീളമുണ്ട്. ഓക്കെ, 8/5, 1/3, 6/10 എന്നിവ ആരോഹണ ക്രമത്തിൽ എഴുതുക, അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അപ്പോൾ നമുക്ക് ആദ്യം ഇത് രണ്ടും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 3 8 24, 1 5 5. അപ്പോൾ ഈ രണ്ട് സംഖ്യയും തമ്മിൽ നോക്കിയാൽ ഇതാണ് വലുത്. അപ്പോൾ ഇത് വലുതാണ്, ഇത് ചെറുതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതും ഇതും ഒന്ന് നോക്കാം. 8 10 80, 5 6 30. അപ്പോൾ എങ്ങനെയാ വരുന്നത്? ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇതും ഇതും നോക്കിയപ്പോൾ ഇത് ചെറുതാണ്. അപ്പോൾ 1/3 ചെറുതാണ്, 8/5 അതിനേക്കാൾ വലുതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുന്നു 8/5ഉം 6/10 നോക്കിയപ്പോൾ ഏതാ വലുത്? 8/5 വലുതാണ്. അപ്പോൾ 6/10 അത് ചെറുതല്ലേ? 6/10 ഇവിടെ എഴുതാം. എന്നാലും ശരിയാണോ നമ്മൾ നോക്കണം. ഒരു 10 10, 3 6 18. അപ്പോൾ വ്യത്യാസം വരുന്നുണ്ട്. ഒരു 10 10, 3 6 18. അപ്പോൾ ഇവൻ ഇപ്പുറം കിടക്കേണ്ടവനാണ്. അപ്പോൾ 6/10 ഏറ്റവും ചെറുതാണ്, 1/3 അതിലും വലുതാണ്, 8/5 അതിലും വലുതാണ്. ഇതാണ് ഇതിന്റെ ആരോഹണ ക്രമം. ധാരാളം ചോദ്യങ്ങൾ ഞാൻ ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. നവോദയ പരീക്ഷയ്ക്ക് മിക്കവാറും വരുന്ന ചോദ്യങ്ങളിൽപ്പെട്ട ഒന്നാണിത്. ആദ്യം 2 കമ്പയർ ചെയ്യുക, 3 കമ്പയർ ചെയ്യുക, അത് ശരിയാണോ നോക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 28/4 വില എത്ര? ഒരു ഭിന്നസംഖ്യയുടെ വില കണ്ടുപിടിക്കണമെങ്കിൽ അംശത്തിനെ ഛേദം കൊണ്ട് ഹരിക്കണം. 28നെ 4 കൊണ്ട് ഹരിക്കണം. എത്ര പ്രാവശ്യമുണ്ട്? 4. 4ന്റെ പട്ടിക ചൊല്ലി നോക്കുക. എത്ര പ്രാവശ്യമുണ്ട്?
4 7 പ്രാവശ്യമുണ്ട്. 28-ൽ 4 7 പ്രാവശ്യമുണ്ട്. അതുകൊണ്ട് 28/4 എന്ന ഭിന്നസംഖ്യയുടെ പൂർണ്ണസംഖ്യാ വില 7ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 15/4 എത്ര ശതമാനമാണ്? ഒരു ശതമാനമാകുമ്പോൾ ഛേദം 100 ആകണം. 4 100 ആകണമെങ്കിൽ 25 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 15 100 ആകണമെങ്കിൽ, അല്ല 4 100 ആകണമെങ്കിൽ 25 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 15നെ 25 കൊണ്ട് ഗുണിക്കണം. 15 ഗുണിക്കണം 25. 5 25, 1 5 5 2 7, 25 10 0, 21 2, 21 25 10 0, 2 1 3, 30, 5 7 3. ഇത് 375%. അടുത്ത 25/8 മിശ്ര ഭിന്ന രൂപത്തിലാക്കുക. ഒരു ഭിന്നസംഖ്യയെ, ഒരു വിഷമ ഭിന്നത്തിനെ മിശ്ര ഭിന്നമാക്കണമെങ്കിൽ 25നെ 8 കൊണ്ട് ഹരിക്കുക. 3 8 24. ശിഷ്ടം 1. പൂർണ്ണസംഖ്യ 3, ശിഷ്ടം 1. അപ്പോൾ 25/8 മിശ്രഭിന്ന രൂപം 3 1/8. ഓക്കെ, വളരെ എളുപ്പമാണ്. 12% ലഘൂകരിച്ച ഭിന്നമാകണം. 12% ഭിന്നമാക്കിയാൽ 12/100. ഭിന്നമായി, ഇത് ലഘൂകരിക്കപ്പെട്ടിട്ടില്ല. 12 100. 2 6 പ്രാവശ്യം 50 പ്രാവശ്യം. 2 3 പ്രാവശ്യം 25. ഇനി പറ്റില്ല. 3/25. ഇപ്പോൾ 12% തുല്യമായ ഏറ്റവും ലഘൂകരിച്ച ഭിന്നസംഖ്യ 3/25 ഭിന്നസംഖ്യ 12/100 ആകാം. 20 രൂപ 30 രൂപ ആകുന്നു. അപ്പോൾ എത്ര ശതമാനം കൂടി? 20 രൂപ 30 രൂപയായി. എത്ര ശതമാനം കൂടി? അപ്പോൾ യഥാർത്ഥ വില 20 രൂപ, കൂടിയ വില 10 രൂപ. അതിലെ ശതമാനത്തിലേക്കാക്കണം. 20 30 കൂടിയ വില 10, യഥാർത്ഥ വില 20. അതിലെ ശതമാനത്തിലേക്ക് കൊണ്ടുപോകണം. 10 × 100, 10ന്റെ കൂടെ 2 0 ഹരിക്കണം 20. 20 100ൽ 5 പ്രാവശ്യം. 20 30 ആകുമ്പോൾ 50% കൂടി. ഓക്കെ. 3 1/2 കൂട്ടണം. 4 1/3 കൂട്ടണം. 7 1/2. അപ്പോൾ ആദ്യം പൂർണ്ണസംഖ്യയിൽ കൂട്ടാം. 3 കൂട്ടണം 4 കൂട്ടണം 7 കൂട്ടണം. 1/2 കൂട്ടണം. 1/3 കൂട്ടണം. 1/5. 3ഉം 4ഉം 7ഉം 7ഉം 14. 14 കൂട്ടണം. 1/2 കൂട്ടണം. 1/3 കൂട്ടണം. 1/5. 1/2 കൂട്ടണം. 1/3 കൂട്ടണം. 1/5. 2ന്റെയും 3ന്റെയും 5ന്റെയും ലാസാവ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. അത് 30 ആണ്. 30ൽ 2 15 പ്രാവശ്യം. 15 1 15. 30ൽ 3 10 പ്രാവശ്യം. 10 1 10. 30ൽ 5 6 പ്രാവശ്യം. 6 1 6. 15ഉം 10ഉം 25ഉം 6 31. 14 കൂട്ടണം. 31/30. 31/30 എന്ന് പറയുമ്പോൾ അത് 1ൽ കൂടുതലാണ്, അല്ലേ? 30ൽ 30 ഒരു പ്രാവശ്യം, 1 ബാക്കിയുണ്ട്. അപ്പോൾ 14ഉം 1ഉം 15. ബാക്കിയുള്ളതോ 1/30. 15 1/30 ഉത്തരം. നല്ലോണം നോക്കി മനസ്സിലാക്കുക. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അടുത്ത ദിവസം എന്നോട് ചോദിക്കണം. ഓക്കെ, നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം.
ഇന്ന് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഇന്നലത്തെ വീഡിയോയിലെ തെറ്റായ ചോദ്യങ്ങൾ മനസ്സിലാക്കി ശരിയായി ചെയ്തെടുക്കുക. ഇന്ന് ഞാൻ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇട്ടുതരുന്നില്ല. രാത്രിക്ക് പള്ളിയിൽ പോകേണ്ടവരൊക്കെ ഉണ്ടാവും. നന്നായി ക്രിസ്മസിൻ്റെ രാത്രി ആഘോഷിക്കുക. നാളെ ചോദ്യം ഉണ്ടാവും. ഇന്ന് നിങ്ങൾക്ക് ചോദ്യം ഞാൻ ഒഴിവാക്കി തരാം. തെറ്റായ ചോദ്യങ്ങൾ നന്നായി പഠിക്കുക. ഇന്നത്തെ 1 മണിക്കൂർ നിങ്ങൾ ചെയ്യേണ്ട ലീവ് ആഘോഷിക്കുക. അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. x/15 ഒരു വിഷമ ഭിന്നമാണ്. x/15 ഒരു വിഷമ ഭിന്നമാണ്. അങ്ങനെയാണെങ്കിൽ എക്സിന് സ്വീകരിക്കാവുന്ന ഏറ്റവും ചെറിയ വില ഏതാണ്? നോക്കുക. ഒരു വിഷമ ഭിന്നമാകണമെങ്കിൽ അടിയിൽ 15 അല്ലേ ഉള്ളേ, മുകളിൽ 16 എങ്കിലും ആവണം. അപ്പോൾ എക്സിന് സ്വീകരിക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ വില 16 ആണ്. 15/15 വരുമ്പോൾ അത് ഫ്രാക്ഷൻ ഈക്വൽ ടു 1, ഒന്നിന് സമാനമായ ഭിന്നമാകും. വിഷമ ഭിന്നമാകുമ്പോൾ മുകളിലുള്ളത് വലുതാവണം. 16-നേക്കാൾ വലുത് ഏതുമാവാം. പക്ഷെ നമ്മളോട് ചോദിച്ചു ഏറ്റവും ചെറിയ സംഖ്യ ഏതാവാം. ഉത്തരം നമ്മൾ പറയേണ്ടത് 16 ആണ്. ഓക്കെ, നിങ്ങൾ ഇന്നലത്തെ ലാസ്റ്റ് വീഡിയോയിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ സൊല്യൂഷൻ ഇട്ട് തന്നിട്ടുണ്ട്. ഏതെങ്കിലും സംശയമുള്ളവർ ഒന്ന് നന്നായി നോക്കുക. മനസ്സിലാകാത്തവർ പേരൻസിനോട് ചോദിച്ചു നോക്കുക. പറ്റാത്തവർ എന്നോട് അടുത്ത ക്ലാസ്സിൽ ചോദിച്ച് സംശയം തീർക്കുക. ഓക്കെ, താങ്ക് യു.